ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഷാവുഷിങ്ങിനെ കാണാത്തതിനെ കുറിച്ച് വിഷമത്തോടൊക്കെ വീട്ടുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടക്കാണ് ലിംബു ഇവിടേക്ക് കയറി വരിക. അവൻ പറയും, ഷാവുഷിങ്ങിന് റാണിയുടെ പിറന്നാൾ കഴിയുന്നത് വരെ ഇനി കൊട്ടാരത്തിൽ നിന്ന് വരാൻ കഴിയില്ല. അവൾക്ക് കൊട്ടാരത്തിൽ താമസിച്ച ശീലമില്ലാത്തതുകൊണ്ട് അവളുടെ റൂമിലുള്ള കുറച്ച് സാധനങ്ങള് ഞാൻ എടുത്തുകൊള്ളട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും അതിന് സമ്മതിക്കും. എല്ലാം കഴിഞ്ഞ് വീട്ടിലുള്ളവര് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ റൂം ഫുള്ള് കാലിയായി കിടക്കുന്നുണ്ടാകും. അങ്ങനെ റാണിയുടെ പിറന്നാൾ ദിവസം വന്നെത്തുകയാണ്. രാജാവിന്റെയും റാണിയുടെ റിക്വസ്റ്റ് അനുസരിച്ച് വല്ലാതെ പണം ചെലവാക്കാതെയാണെങ്കിലും കൂടി ഷാവുഷങ്ങിന് നല്ല രീതിയിൽ ആ പിറന്നാള് നടത്താൻ കഴിയുകയാണ്. എല്ലാവരും റാണിക്ക് വളരെ വിലപിടിപ്പുള്ള സമ്മാനം കൊണ്ടുവരുമെങ്കിലും അതില് ലിംബുവിന്റെയും ഷാവുഷങ്ങിന്റെയും ഗിഫ്റ്റ് ആയിരിക്കും റാണിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. അതിനിടക്ക് ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഇറങ്ങിയ ഷാവുഷങ്ങിനെ കണ്ട് അഞ്ചാ രാജകുമാരി കള്ളു കുടിച്ചു മത്തായ അഞ്ചാ രാജകുമാരനെ അവള് പോകുന്ന ഭാഗത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ബോധമില്ലാതെ ഷാവുഷങ്ങിനേറ്റ് പഞ്ചരടിക്കാൻ ചെന്ന രാജകുമാരനെ അവള് കുളത്തിലേക്ക് തള്ളിയിടുകയാണ്. ഇത് കണ്ട ഒരു തോഴി രാജാവിന്റെ അടുത്ത് കൂടി ചെന്നുകൊണ്ട് ഷാവുഷങ്ങും രാജകുമാരനും കൂടെ രഹസ്യമായി